അച്ഛൻ എനിക്ക് എന്തോ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ മുടിപ്പിക്കും. തകർപ്പ ഷോപ്പിംഗ്. നല്ല തണുപ്പുണ്ട്. രാവിലെ നടക്കാൻ പോകാൻ എന്നെ വിളിച്ചതാ. വണ്ടി ഹീറ്റ് ചെയ്യാം. വിശന്ന് കുടല് കത്തുന്ന ഗൈസ്. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞേ ഉള്ളു ഷോപ്പിംഗ്. ചക്കനെ ഇഷ്ടപ്പെട്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. ടോസ്റ്റ് ഉണ്ട്, അച്ഛൻ സ്ക്രാമ്പിൾഡ് എഗ്, സോസേജ്, ഹാഷ് ബ്രൗൺ, റാഷേഴ്സ്. ഞാനും സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ട്, മഷ്റൂം ഉണ്ട്, റാഷേഴ്സ്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു സോസേജും ആണ്. കഴിച്ചിട്ട് നന്നായിട്ട് നടക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ഇതെനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അച്ഛനെ കൊണ്ട് ഫിനിഷ് ചെയ്യിപ്പിക്കും. ടോസ്റ്റ് കഴിക്കത്തില്ല, ആദ്യം പ്രോട്ടീൻ അങ്ങ് കുത്തിക്കയറ്റും. അത് കഴിഞ്ഞിട്ട് മൈദ കുത്തിക്കയറ്റാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എൻ്റെ കൊച്ചു ടോയ് സെക്ഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരെണ്ണം ട്രൈ ചെയ്യാനായിട്ട് എൻ്റെ കൊച്ചു പോവാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കത്തില്ല. സ്മോൾ ഓക്കെയാണ്. രസമുണ്ട് കാണാനായിട്ട്. ഇത് അടിപൊളിയാണ് കൊച്ചു. നല്ല കളറാണ്. വിലയൊന്നും നോക്കണ്ട. എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലത്. ഞങ്ങൾ ഇതാണ് സെലക്ട് ചെയ്തത്. ആണ്. ഞാൻ എടുത്തിട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയതാണ്. എൻ്റെ കൊച്ചിന് ബ്രേസ്ലെറ്റ്. അങ്ങനെ എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ട ഉടുപ്പൊക്കെ നമ്മൾ മേടിച്ചു. അതിന് വേണ്ട ആക്സസറീസും മേടിച്ചു. €120 ഞാൻ എൻ്റെ കെട്ടിയവൻ്റെ കളഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ കളയാറില്ല ഗൈസ്. അതുകൊണ്ടാണ് എൻ്റെ കെട്ടിയവൻ എനിക്ക് വാങ്ങിച്ചു തരുന്നത്. എന്നെ കൊണ്ടുപോയാൽ വറുത്താണെന്ന് പുള്ളിക്കറിയാം. ഞാൻ ഭയങ്കര ഹാപ്പി ആവശ്യം. വല്ലപ്പോഴും എൻ്റെ കൊച്ചിങ്ങനെയൊക്കെ മേടിക്കത്തുള്ളൂ. മേടിക്കുമ്പോൾ നല്ലത് മേടിക്കട്ടെ. ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൃഷിക്കാണ് ഗൈസ്. ഇവിടെ ഒരാൾ തണുപ്പ് കാരണം വണ്ടിയിൽ വന്നിട്ട് ജാക്കറ്റൊക്കെ മാറി നടന്ന് ഷോപ്പ് ചെയ്തിട്ട് വരാം. അങ്ങനെ വന്ന് ഞങ്ങൾ ടൗണിലേക്ക് നടക്കാൻ ഇറങ്ങി. മാർക്ക് ആൻഡ് സ്പെൻസറിലും കയറി ഷോപ്പ് ചെയ്തു. ഇനി അടുത്ത കടയിലേക്ക് പോവുകയാണ്. ക്രിസ്മസ് പാർട്ടിയൊക്കെ വരുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ ബാഗേജ് ഞാൻ കുത്തി കയറ്റി വെക്കുമായിരുന്നു. അച്ഛനുള്ളപ്പോൾ അച്ഛൻ്റെ പോക്കറ്റ് വെച്ചോളൂ. ഒരു ചെറിയൊരു ബാഗ്. ഇതെങ്ങനെയുണ്ട്? നല്ലല്ലേ? വേറെ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഫിക്സ് ചെയ്യും. ഓക്കെ. എൻ്റെ പിള്ളേർക്ക് മേക്കപ്പ് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഹെയർ ബാൻഡും ബുഷൊക്കെ വെക്കാനായിട്ട്. അച്ഛനൊന്നും വേണ്ട അച്ഛാ? എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു. അതെ, കൊച്ചു കള്ളൻ. ഞാൻ സംതൃപ്തരാണ്. കൈ രസമുണ്ട്. നമുക്കെല്ലാം ഇരിപ്പുണ്ട്. പുതിയാവുന്നത് എല്ലാം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 വീട് മേടിക്കേണ്ടി വരും ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ടോയ് ഷോപ്പിൽ എന്താ പരിപാടി? അമ്മയിലേക്കും ആഞ്ചലായിക്കും അവരില്ലാതെ നമ്മൾ അങ്ങനെ പുറത്ത് വരാറേ ഇല്ല. അപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ, കുറേ പൈസ കൊടുത്ത് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചാൽ വലിയ സന്തോഷമൊന്നുമില്ല. ഇതുപോലത്തെ കുറേ കുഞ്ഞു സാധനങ്ങൾ, കുറേ അവർക്ക് ഒരുപാട് കണ്ണ് നിറഞ്ഞ് കാണണം. അവർ സ്കൂളിൽ പോയ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ ചൂസ് ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്, പക്ഷെ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. 4-5 ഗിഫ്റ്റ് ഉണ്ട്. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇത് വാങ്ങിക്കണ്ട, നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ പൈസ ആയുള്ളൂ ഇത്രയും ഗിഫ്റ്റിന്. അവരുടെ ഹാപ്പിനെസ് അല്ലേ നമുക്ക് വലുത്.